വാവ്, അടിപൊളി ടേസ്റ്റ്, കിഡിലെ. നടാശ ഇത്ര നന്നായി കുക്ക് ചെയ്യോ? സംഭവം സൂപ്പർ. പക്ഷെ ഇത് കഴിച്ച് രസിക്കണമെങ്കിൽ ഇതില് മിക്സ് ചെയ്ത് അടിക്കുന്ന സാധനം കിട്ടിയേ പറ്റൂ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങിയാലോ? അയ്യോ, ഞങ്ങളില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തു. എന്ത് ഓക്കെ അല്ലേ വൈഷു? യു എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ബ്രാൻഡ് ആണല്ലോ. ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ എന്ന് പറയുന്നത് ലിക്കറിൽ പറ്റില്ലല്ലോ. യെസ്, കറക്റ്റ്. നമുക്കൊരു പുതിയ ബ്രാൻഡ് ട്രൈ ചെയ്താലോ? ആ ഗ്ലാസ് ഇങ്ങതാ. ഓ സൂപ്പർ. ഈ ബ്രാൻഡിന്റെ പേരാണ് ഫ്രണ്ട്സ് മിക്സ്. പ്രണയവും ബ്രാൻഡിയും അല്പം ഭ്രാന്തും കൂടെ ചേർന്ന ഇനിയുള്ള 3 ദിവസം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായി മാറും. സോ ഫ്രണ്ട്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. Cheers. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞാലോ? കള്ളും റൊമാൻസും നല്ല മാച്ചാ, രണ്ടിനും ഒരേ കിക്കാ. ഇപ്പൊ നമുക്ക് നമ്മുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ രാഹുൽ ഒരു കുടിയനൊന്നും അല്ല. അവന്റെ ലിമിറ്റ് അറിയാം. അവനതിൽ ഓക്കെയാണ്. സാഗറിന്റെ കാര്യത്തിലെ പോലെ അത്രയ്ക്ക് പ്രശ്നമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സാഗർ വെള്ളമടിച്ച പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഉള്ള പ്രേത സീരിയലെല്ലാം കണ്ടിട്ട് രാത്രിയുള്ള നിലവിളിയാ സഹിക്കാൻ വയ്യാത്തത്. പിന്നെ മഹേഷ് കൂടുതൽ ഹാപ്പി ആണെങ്കിൽ ഒരു പെഗ് കൂടുതൽ കഴിക്കും, അത്രേ ഉള്ളൂ. ബട്ട് ഹീ സ്മാർട്ട്. രാഹുൽ ഈസ് കൂൾ. അവനില് ഏറ്റവും ഇഷ്ടം എനിക്ക് അത് തന്നെയാണ്. അവന് ദേഷ്യമേ വരില്ല എന്നല്ല, അവനത് തന്ത്രപൂർവ്വം മാറ്റാൻ അറിയാം. സാഗർ വെറുതെ വളവളാന്ന് സംസാരിക്കത്തേ ഉള്ളൂ. പരിചയമില്ലാത്തവരോട് പോലും ചാടിക്കേറി സംസാരിച്ച് അവരെ ചാക്കിലാക്കാനാവും മിടുക്കന. മൈ സ്വീറ്റ് ഹാർട്ട്. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കാന്നറിയില്ല, മഹേഷില് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് എന്താണെന്നറിയോ? ഫഹദ് ഫാസിലിനെ പോലെയാ അവന്റെ ബോഡി സ്ട്രക്ചർ. ഓ, അപ്പൊ നസ്രിയെ അറിയാതെ നോക്കിക്കോ. നമ്മൾ ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ ഈ സന്തോഷം 2 നാൾ കൂടി നീണ്ടുപോകുമെന്നറിയില്ല. അതെന്താ അങ്ങനെ? എനിക്കെന്തോ ഈ കോട്ടേജ് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. എന്തോ ഒരു പ്രേതബാധ ഉള്ള പോലെ തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ഇരിക്കെ. ഐ ലൈക്ക് ദിസ് പ്ലേസ്. അതെ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, ഇതിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. അതിനൊന്ന് വെള്ളിയാഴ്ചയല്ലേ? എന്നാ വെള്ളിയാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. അപ്പോഴേ എന്റെ പൊന്നുമോനൊന്ന് വെയിറ്റ് ചെയ്യേ. ഇവിടെ വാ. എന്താണ് ഇതിന്റെ പ്രശ്നം? ഇവിടെ ആരോ ഇപ്പൊ വന്നിട്ട് പോയിട്ടുണ്ട്, ഉറപ്പാണ്. വാ, ഇവിടെ നോക്ക്. ഇവിടെ ഒന്നുമില്ലടി. ആ റോഷിന് വേണ്ട തുറന്ന് പറഞ്ഞ് നിന്നെ പേടിപ്പിച്ചിരിക്കുക. അവക്ക് വട്ടാ. വാ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ഹായ് നടാഷ. രാഹുൽ എവിടെ? ബെഡ്റൂമിലാ. ഞാനൊരു കൈ നോക്കിയാലോ? എന്തിനാ? അതല്ല, കുറച്ചാളായി തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാ. ഓ വേണ്ട, വൈശാലിയും റോഷ്നിയും ഇപ്പൊ വരും. എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ മതി, പെട്ടെന്ന് തീർത്തേക്കാം. ഓ അതാ. സാഗർ,
നീ ഇവിടെ എന്തെടുക്കുവാ? അത് പിന്നെ ഞാൻ പറയാം സാഗറിന് എന്റെ കൂടെ ഒരു 5 മിനിറ്റ് വേണോന്ന്. എന്ത് വേണമെന്ന്? അതല്ല, കുക്ക് ചെയ്യാൻ എന്റെ കൂടെ ഒരു 5 മിനിറ്റ് വേണോന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ റൂമിൽ പോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ ഒരു 5 മിനിറ്റ്. ശരിയാക്കി തുറഞ്ഞു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നടാശയ്ക്ക് വലിയ സൈസാണ്. അല്ല, ചെറിയ സൈസ് ആണെന്നേ. ഏയ്, ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ, ഓക്കെ? വിട്ടുകളാ. ഐ കാണ്ട് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. കണ്ട എനിക്കറിയില്ലേ സൈസ്? നടാശ, നിന്റെ സൈസ് വലുതല്ലേ? സൈസോ? ഛേ, സാഗർ എന്തേ പറയുന്നേ? നിനക്ക് നാണമില്ലേ? മഹേഷ്, എന്താ ഇത്? ദിസ് ഇസ് ടു മച്ച്. വാട്ട് ഐ എം സേയിങ് ഈസ്, സാഗർ ഒന്നും പറയണ്ട, ജസ്റ്റ് ഷട്ട് അപ്പ്. വൈ ഷുഡ് ഐ? നിനക്ക് വള വാങ്ങുമ്പോൾ നടാശയ്ക്കും കൂടെ ചേർത്ത് വാങ്ങണമെന്ന് തോന്നി. അങ്ങനെ എടുത്തപ്പോൾ മഹേഷ് പറഞ്ഞു സൈസ് ചെറുതാണെന്ന്, വേറെ വേണമെന്ന്. ഷീസ് ടബി നൗ, സോ ഐ ബോട്ട് ബിഗ് സൈസ്. അത്രേ ഉള്ളൂ. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ദാ. അല്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? കാള പറ്റൂന്ന് കേട്ടപ്പോ ഉടനെ കയറെടുക്കാൻ വേണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? നിന്റെ നോട്ട് അത്ര ശരിയല്ലല്ലോ. നോട്ടം മാത്രമേ ശരിയല്ലാതുള്ളൂ, ബാക്കി എല്ലാം ശരിയാ. നീ ഉദ്ദേശിച്ചൊക്കെ മനസ്സിലായി. അതൊക്കെ മാരേജ് കഴിഞ്ഞു. വിട്ടുപിടി മോനെ. വിട്ടാ പിടിക്കാൻ കഴിയില്ല, പിടിച്ചാലോ വിടാനും കഴിയില്ല. എന്ത്? പ്രണയം, അതാണ് പ്രണയം. ഓ, എന്തൊരു ഭാവന. ഭാവനയും കാവ്യം അതൊന്നുമല്ല, ദിവ്യ ഉണ്ണിയാണ്. ഏ? ദിവ്യ പ്രണയമാണ്. ജന്മങ്ങൾ എത്ര കൊഴിഞ്ഞാലും നീ എനിക്കും ഞാൻ നിനക്കുമായി കാലങ്ങളോളം തുടരും. അയ്യോ, അപ്പൊ അത്രയും ജന്മം നിന്നെ ഞാൻ സഹിക്കേണ്ടി വരൂ? അൺസഹിക്കബിൾ മോനെ. പോയി കുളിക്കടാ. അയ്യോ. മഹേഷ്, 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 കഥ തീർക്ക. ഒന്ന് വേഗം വാ. അവിടെ ആരോ ഇരിക്കുന്നു. മഹേഷ്, എന്താ? അവിടെ ആരോ. ആര്? എവിടെ? ഡീ, ഒരു പ്രേതം പോലെ ഞാൻ നിന്റെ പിന്നാലെ നടക്കാനുള്ളപ്പോ ഇനി ഏത് പ്രേതം വരാനാ ഇവിടെ? റിലാക്സ് കേട്ടോ, റിലാക്സ്, റിലാക്സ് ആയിഷോ. വാ വാ വാ.